മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ അന്നദാനം കൊടുക്കുകയാണ്. നമ്മൾ ഗവൺമെൻറ് ജോലിയില്ല, ഞങ്ങൾ ചോറ് കൊടുക്കുകയാണ്, ഞങ്ങൾ കഞ്ഞി കൊടുക്കുകയാണ്, എന്നിട്ട് അവിടെ കൊടിയും കുത്തുകയാണ്. ഇതെല്ലാം നീക്കം ചെയ്യാം. ഒരു പാർട്ടി അവിടെ കയറ്റില്ല. സംഘടനകൾ അവിടെ യാതൊരു ഭക്ഷണവും കൊടുക്കേണ്ട കാര്യമില്ല. ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ്. അതൊന്നും ഇനി ഉണ്ടാവരുത് ഞങ്ങൾ പറഞ്ഞിട്ട് പോകുന്നു. നമസ്കാരം. അന്നും ഇന്നും കേരളത്തിൽ ഇടതുപക്ഷം തോറ്റു തൊപ്പിയിട്ടപ്പോഴും അവരോട് നിങ്ങൾ എന്താണ് കേരളത്തിൽ ചെയ്തതെന്ന് ചോദിച്ചാൽ കുറെ വാലാട്ടികളെ കാണിച്ചിട്ട് മെഡിക്കൽ കോളേജിൽ പൊതിച്ചോറ് വിതരണം ചെയ്തു എന്ന് വലിയ വായിൽ പറയും. സാധാരണ പാവപ്പെട്ട മനുഷ്യന് ഭക്ഷണം കൊടുക്കുന്നത് പുണ്യപ്രവൃത്തിയാണെങ്കിലും അതിന്റെ പേരിൽ വോട്ട് സമ്പാദിക്കുന്നതും അത് പറഞ്ഞ് ആളാകുന്നതും വലിയ കാര്യമൊന്നുമല്ല. കമ്മികളുടെ പൊതിച്ചോറ് വിതരണം പൂട്ടിക്കെട്ടിച്ചിരിക്കുകയാണ് അങ്ങനെ ഏറ്റവും ഒടുവിൽ കോൺഗ്രസ്. പൊതിച്ചോറും കെട്ടി വല്ല സ്കൂളിലും കോളേജിലും പോയി രണ്ടക്ഷരം പഠിച്ച് പിൻവാതിൽ വഴിയല്ലാതെ അന്തസ്സായി തലയുയർത്തി വല്ല ജോലിക്കും പോ പിള്ളേരെ എന്നാണ് സർക്കാരിന്റെ നിലപാട്. ഇനി കമ്മികളുടെ വാലും പിടിച്ച് നടന്നിട്ട് ഏതെങ്കിലും സർക്കാർ ഓഫീസിൽ കയറി പറ്റാമെന്ന് കരുതിയാൽ അത് വെറുതെയാണ്. കേരളത്തിൽ ഇനി ഒരൊറ്റ കമ്മിക്കും ഭരിക്കാനുള്ള ഒരു സീറ്റ് പോലും നൽകാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറല്ല. ഈ പറയുന്ന അടിമ നേതാക്കളുടെ പൊതിച്ചോറ് വിതരണം എന്തൊരു പ്രഹസനമാണെന്നറിയണമെങ്കിൽ ഓരോ വീട്ടിൽ നിന്നും അവർ ചോറ് വാങ്ങിക്കൊണ്ടുപോയി പാർട്ടി ലേബലിൽ മെഡിക്കൽ കോളേജിൽ വിതരണം ചെയ്യുന്നത് ഒന്ന് കാണണം. ഭക്ഷണം കൊടുത്ത് മനുഷ്യനെ മുതലെടുക്കാൻ ഇവറ്റുകൾക്കൊന്നും ഉളുപ്പില്ലേ എന്ന് ചോദിക്കാൻ തോന്നും. കേരളത്തിലും ഇന്ത്യയിലും സർക്കാരുണ്ട്. ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ട് നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാരുണ്ട്. ആയുഷ്മാൻ പദ്ധതി ഉൾപ്പെടെ സാധാരണ ജനങ്ങളുടെ ആരോഗ്യം പരിരക്ഷിക്കാൻ വേണ്ടി സർക്കാർ നടപ്പിലാക്കിയ നിരവധി ആരോഗ്യക്ഷേമ പദ്ധതികളും കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും കിട്ടുന്നുണ്ട്. അല്ലെങ്കിലും ഇതിനൊക്കെ പുറമെ കേരളത്തിലുള്ള സർക്കാരില്ലേ, സ്വന്തം ജനങ്ങളുടെ ക്ഷേമം നടപ്പിലാക്കേണ്ടത് അവരുടെ കടമയും ഉത്തരവാദിത്വവുമാണ്. അപ്പോൾ കണ്ണിൽ കണ്ടവരൊക്കെ ഈ പറ്റിൽ വോട്ട് പിടിക്കാൻ ഇനി ഇറങ്ങേണ്ട. കമ്മികളുടെ കൊടി പിടിക്കുന്ന നേരം വല്ല പണിക്കും പോകാൻ നോക്കുമക്കളെ. ഇനി പൊതിച്ചോറും കൊണ്ട് നിന്നെയൊക്കെ സർക്കാർ ആശുപത്രികളുടെ മുന്നിലോ വരാന്തയിലോ നിരങ്ങാൻ വരുന്നത് കണ്ടാൽ തൂക്കിയെടുത്ത് പുറത്തുകളയും. അല്ല പിന്നെ ഒരു രോഗി ആശുപത്രിയിൽ കിടക്കുമ്പോൾ അയാൾ ചോദിക്കുന്നത് ആ ഭക്ഷണം ആരാണ് നൽകിയതെന്നല്ല, വിശപ്പടക്കാൻ എന്തെങ്കിലും ലഭിച്ചോ എന്നതാണ്. ആ നിമിഷത്തിൽ രാഷ്ട്രീയം മങ്ങിപ്പോകും. മനുഷ്യ സ്നേഹമാണ് മുന്നിലെത്തുക. എന്നാൽ പിന്നീട് അതും പറഞ്ഞ് തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നതും വലിയ ബാനർ കെട്ടി കൊട്ടിഘോഷിക്കുന്നതുമാണ് കേരളം കണ്ടത്. ഈ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്ന രോഗികൾക്ക് വേണ്ടത് ഞങ്ങൾ കൊടുത്തോളാം, കമ്മികൾ കഷ്ടപ്പെടേണ്ട എന്ന സമീപനം രാഷ്ട്രീയ മുദ്രാവാക്യത്തെക്കാൾ മാനുഷിക ഇടപെടലായി മാറുകയാണ്. സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പ്രവർത്തകരും സാധാരണക്കാരും ചേർന്ന് ആവശ്യക്കാർക്ക് സഹായഹസ്തം നീട്ടുന്നത് കേരളത്തിന്റെ സാമൂഹിക പാരമ്പര്യത്തിന്റെ ഭാഗമാണ് എന്നാണ് അവർ വാദിക്കുന്നത്. ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം പ്രവർത്തിക്കുന്ന സംഘടനകളല്ല. ദുരന്തകാലങ്ങളിലും പ്രളയങ്ങളിലും മഹാമാരിക്കാലത്തും വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ പ്രവർത്തകർ സന്നദ്ധ സേവനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിനാൽ ആശുപത്രികളിലെ ഭക്ഷണ വിതരണം പോലുള്ള പ്രവർത്തനങ്ങളും പലരും സാമൂഹിക ഇടപെടലിന്റെ ഭാഗമായാണ് കാണുന്നത്. എന്നാൽ ഇവിടെ നിൽക്കേണ്ട മറ്റൊരു ചോദ്യമുണ്ട്. ഇത്തരത്തിലുള്ള സേവനങ്ങൾ സ്ഥിരമായി ആവശ്യമായി വരാതിരിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കേണ്ടത് ആരാണ്? ഉത്തരം വ്യക്തമാണ്: പൊതുഭരണ സംവിധാനം. ഒരു ക്ഷേമ സംസ്ഥാനത്തിന്റെ ലക്ഷ്യം സൗജന്യ ഭക്ഷണ വിതരണം വർദ്ധിപ്പിക്കുക മാത്രമല്ല, ആളുകൾക്ക് അതിന്റെ ആവശ്യം കുറയുന്ന സാമൂഹിക സുരക്ഷാ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. എന്നാൽ 10 വർഷം ഇടതുപക്ഷം ഭരിച്ചപ്പോൾ പോലും എന്തുകൊണ്ട് അത് നിർത്തലാക്കിച്ചുകൊണ്ട് സർക്കാർ ഈ പ്രവർത്തികൾ ഏറ്റെടുത്തു ചെയ്തില്ല എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: ഫ്രീ ആയി കിട്ടുന്ന പരസ്യം വേണ്ട എന്ന് വെക്കേണ്ട കാര്യമുണ്ടോ എന്ന്. സ്വന്തം അണികൾക്ക് കിട്ടുന്ന പബ്ലിസിറ്റി കുറയാതെ നിലനിർത്തിയ പിണറായിയുടെ ബുദ്ധി കൊള്ളാം. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിന് കൈയടിച്ചത് കോൺഗ്രസുകാർ മാത്രമാണ് എന്ന് കരുതി ഇനി കമ്മികൾക്ക് കുരുപൊട്ടേണ്ട. നിങ്ങളുടെയൊക്കെ തലതൊട്ടപ്പനായി കൊണ്ട് നടന്ന, തരം കിട്ടിയപ്പോൾ മറുകണ്ഠം ചാടിയ സാക്ഷാൽ സുധാകരൻ തന്നെയാണ് നിന്നോടൊക്കെ വേറെ വല്ല പണിക്കും പോ പിള്ളേരെ എന്ന് പറഞ്ഞിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടുകളിൽ രാഷ്ട്രീയ പാർട്ടികളോ മറ്റ് സംഘടനകളോ ഭക്ഷണം വിതരണം ചെയ്യേണ്ടതില്ല എന്ന് വ്യക്തമാക്കി അമ്പലപ്പുഴ MLA G. സുധാകരനാണ് രംഗത്ത് വന്നത്. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം നൽകേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണെന്നും ഇതിനായി മറ്റൊരു സംവിധാനത്തിന്റെ ആവശ്യമില്ല എന്നും അദ്ദേഹം തുറന്നടിച്ചു. വിദ്യാർത്ഥികളോട് സംസാരിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. 3 ആഴ്ച മുൻപ് കളക്ടറും സൂപ്രണ്ടും ഉൾപ്പെടെ പങ്കെടുത്ത യോഗത്തിൽ മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ സംഘടനകൾ ഭക്ഷണ വിതരണം നടത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരുന്നു. എന്നാൽ ഈ തീരുമാനം ഇപ്പോഴും ലംഘിക്കപ്പെടുന്നു. പാർട്ടിയുടെ ഷെഡും കൊടിയും വെച്ച് അന്നദാനം നടത്തുന്നത് എന്തിനാണ്? ഞങ്ങൾ ചോറ് നൽകുന്നു എന്ന് പറഞ്ഞ് അവിടെ കൊടി കെട്ടുകയാണ്. ഒരു പാർട്ടിയെയും അവിടെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അനുവദിക്കരുത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സേവാഭാരതി ഷെഡ് കെട്ടി പ്രവർത്തിക്കുന്നതിനെതിരെയും അദ്ദേഹം സൂപ്രണ്ടിനെ ഫോണിൽ വിളിച്ച് അതൃപ്തി അറിയിച്ചു.
ഇതെല്ലാം അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മെഡിക്കൽ കോളേജുകളുടെ ചികിത്സാ സൗകര്യങ്ങളെക്കുറിച്ചും സുധാകരൻ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. മെഡിക്കൽ കോളേജുകളിൽ സാധാരണക്കാരായ രോഗികളോട് മരിക്കാൻ അല്ലെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ എന്ന് ജീവനക്കാർ പറയുന്ന അവസ്ഥയുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തെറ്റായ രീതികളെയും നിയമങ്ങളെയും തിരുത്തിയെഴുതാൻ വിദ്യാർത്ഥികൾ മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. രോഗിയുടെ വിശപ്പിന് രാഷ്ട്രീയത്തിന്റെ നിറമില്ല. അതുകൊണ്ട് തന്നെ ജനക്ഷേമത്തെക്കുറിച്ചുള്ള ഏത് ചർച്ചയും മനുഷ്യസ്നേഹത്തെ കേന്ദ്രമാക്കി നടക്കണം. സന്നദ്ധ സേവനങ്ങൾ സമൂഹത്തിന്റെ കരുത്താണ്. ശക്തമായ സർക്കാർ സംവിധാനങ്ങൾ ജനാധിപത്യത്തിന്റെ കരുത്താണ്. ഈ രണ്ടും കൈകോർക്കുമ്പോഴാണ് ഒരു ക്ഷേമ സമൂഹം കൂടുതൽ പൂർണ്ണമാകുന്നത്. പക്ഷേ സാധാരണ കഷ്ടപ്പെടുന്ന ഒരു ആളുടെ വിശപ്പിൽ നിന്ന് രാഷ്ട്രീയ ലാഭമുണ്ടാക്കുന്ന കമ്മികളുടെ വാലാട്ടികളെ ഇനി ആശുപത്രി പരിസരത്ത് അടുപ്പിക്കേണ്ട എന്നുള്ള തീരുമാനം ഏറ്റവും ഉചിതമാണെന്ന് പറയാതെ വയ്യ. ഇനി ചോറ് വിതരണം ചെയ്തേ മതിയാകൂ എന്നുണ്ടെങ്കിൽ ഒരു കൊടിയും വെക്കാതെ, ഒരു രാഷ്ട്രീയവും പറയാതെ, ഏത് പാർട്ടിയെന്നോ പ്രസ്ഥാനമാണെന്നോ ജാതിയാണെന്നോ മതമാണെന്നോ പറയാതെ അത് ചെയ്യാനുള്ള നട്ടെല്ല് നിനക്കൊക്കെ ഉണ്ടാകണം. ആശുപത്രി അടിച്ചുവാരലെന്നും പറഞ്ഞ് ഇനി ഒന്നിനെയും പ്രമോഷൻ പരിപാടിക്ക് വേണ്ടി ആശുപത്രി പരിസരത്ത് കണ്ടുപോകരുത് എന്ന് തന്നെയാണ് സതീശൻ സർക്കാരിന്റെ ഉറച്ച നിലപാട്. അപ്പോ എങ്ങനാ? വെട്ടിയ വാഴയില നന്നായി വാട്ടി ചോറും കെട്ടി മേലനങ്ങി പണിയെടുക്കാൻ പോകുമല്ലേ?